കെ ഷാജി നോക്കൂ, ഇപ്പോൾ RSSുമായും കേന്ദ്ര സർക്കാരുമായും എന്തെങ്കിലും രാഷ്ട്രീയ ധാരണ ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പ്രതിപക്ഷം ആ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പുകമറയായി ഇവിടെ നിൽക്കുകയാണ്. പൂരം ആസൂത്രിതമായി കലക്കി അതിന്മേലുള്ള റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നു. കുറേ അധികം സംശയങ്ങൾ സഖാക്കൾക്ക് പോലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം 1.25 മണിക്കൂർ എടുത്ത് മറുപടി പറഞ്ഞിട്ടും ആ മറുപടി ഏറ്റെടുക്കാൻ ഒരു കോമ്രേഡിനെയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോലും കാണാതിരുന്നത്. കാരണം മതിയായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന വികാരം പൊതുവേ കോമ്രേഡ്സിന് എല്ലാവർക്കും ഉണ്ട്. ഈ സംശയം പോട്ടെ, നമുക്കറിയില്ല, രാഷ്ട്രീയ ധാരണ അറിയില്ല. ഈ സംശയം എന്ന് പറയുന്നത് ഡാമേജിങ് ആയിട്ടുള്ള സംശയമാണ്. അത് ദൂരീകരിക്കാൻ ഇവർ മെനക്കെടാത്തത് എന്തുകൊണ്ടായിരിക്കും, ഇവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഷാജി? ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഒരല്പം ചരിത്രം എടുത്തു നോക്കിയാൽ ഈ ബാബറി മസ്ജിദ് കാലഘട്ടത്തിൽ അയോധ്യ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷം വളരെ കൃത്യമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പോലീസ് സംവിധാനത്തിൻ്റെ, നിയമനിർവഹണ സംവിധാനത്തിൻ്റെ RSS വൽക്കരണം. എത്രയോ കാലമായി ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ, SSSനായ സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ വളരെ ശക്തമായി ഉയർത്തിയിരുന്നൊരു കാര്യമാണ് പോലീസ് സംവിധാനത്തിൽ RSS കയറിപ്പറ്റുന്നു. അത് കേരളത്തിലും ഇതേ തരത്തിലുള്ള സമാനമായ ആരോപണങ്ങൾ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒടുവിലത്തെ നാടുകളിൽ അദ്ദേഹം രമൺ ശ്രീവാസ്തവയെ സംരക്ഷിച്ച സമയത്തെല്ലാം ഇടതുപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇപ്പോൾ CPMനെ പുതിയതായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾ പറയുകയാണ് RSS ആണ് വിശദീകരിക്കേണ്ടത്, എന്തിനാണ് ഈ പോലീസുകാരൻ വന്ന് RSSന്റെ 2 പ്രമുഖ നേതാക്കന്മാരെ കണ്ടെന്ന് RSS വിശദീകരിക്കണം എന്ന് പറയുന്നു. എത്ര ലാഘവത്വത്തോടു കൂടിയിട്ടാണ്, എത്ര നിരുത്തരവാദപരമായിട്ടാണ്, എത്ര നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് നോക്കുക. ഇവിടെ എന്താണ് പ്രശ്നം? സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന ADGP ആണ് RSSന്റെ ഉന്നതരായ 2 നേതാക്കന്മാരെ അങ്ങോട്ട് പോയി കണ്ടതും അതെന്തിനാണെന്ന് സമൂഹത്തോട് വെളിപ്പെടുത്താതെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാളെ ഇപ്പോൾ നമുക്കറിയാം, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ, ഒരു ഭൂരിപക്ഷ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയും മറ്റ് ഇതര വിഭാഗങ്ങളെയും ആദിവാസികളെയും ദളിതരെയും എല്ലാം ശത്രുക്കളായി കാണുന്ന ഒരു വലതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, ഒരു വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളാണ് RSS. ആ RSSകാരെ അങ്ങോട്ട് പോയി കാണുന്ന, അല്ല അവരുടെ ഗുഡ് ബുക്കിലുള്ള ഒരാളാണ് കേരളം പോലെ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ADGP ക്രമസമാധാനത്തിന് ഇൻചാർജ് ചെയ്ത് വരുമ്പോൾ അത് എത്രമാത്രം ഗൗരവതരമായിരിക്കും. നാളെ നാട്ടിൽ RSS പ്രസ്ഥാനത്ത് വരുന്നതോ അല്ലെങ്കിൽ RSS ഉത്തരവാദിത്തം പറയുന്ന ഒരു സാമുദായിക സംഘർഷം ഉണ്ടാകുന്നു, ഒരു മനുഷ്യർ തമ്മിലുള്ളൊരു കലാപം ഉണ്ടാകുന്നു. ഇവിടെ ഈ ADGP എത്രമാത്രം നിഷ്പക്ഷനായിരിക്കും? ഈ ADGP ഏത് തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്? നമുക്കറിയാമല്ലോ, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇതിനു മുമ്പ് ജേക്കബ് തോമസിനെ പോലുള്ള ആളുകളെയൊക്കെ ഈ ഷൊർണൂരിൽ ഈ ആയുധങ്ങൾ തല്ലിക്കൂട്ടുന്ന വാക്കത്തിയും തൂമ്പയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിന്, പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് മാറ്റി നിയമിച്ച ചരിത്രമുണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അതെ, അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും വിവാദമുണ്ടാക്കിയ ഒരാളെ അന്വേഷണം തീരുന്നതുവരെയെങ്കിലും ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും അപ്രധാനമായ ഒരു തസ്തികയിലേക്ക് തൽക്കാലത്തേക്കെങ്കിലും ഇത് മാറ്റി നിർത്തിക്കൊണ്ട് ക്രമസമാധാനത്തിൻ്റെ ചുമതല എന്തുകൊണ്ട് വിശ്വാസത്തിലുള്ള ഒരാളിലേക്ക് നൽകുന്നില്ല? അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകൾക്കും, കാരണം കേരളം പോലെ സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങളുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷമുണ്ട്, മതേതര പ്രതിപക്ഷമുണ്ട്. ഈ ആളുകൾക്കൊന്നും പ്രത്യക്ഷത്തിലൊരു ബുദ്ധിമുട്ട് തോന്നാത്ത, എല്ലാവർക്കും വിശ്വാസത തോന്നുന്ന, എല്ലാവർക്കും ഞങ്ങൾക്ക് നീതി കിട്ടും എന്ന് ഉറപ്പ് വരുന്ന ഒരാൾ വേണ്ടേ ക്രമസമാധാനത്തിൻ്റെ ADGP ആവാൻ? ആ തരത്തിലുള്ള യാതൊരു ശ്രമവും, ആ തരത്തിലുള്ള യാതൊരു വ്യഗ്രതയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ളത് തന്നെ ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ പോലെ കാണിക്കുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും ADGP പോയിട്ട് RSS നേതാക്കന്മാരെ കണ്ടിട്ടുള്ളത്? അല്ലെങ്കിൽ കേരളത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGPക്ക് എന്താണ് RSS നേതൃത്വത്തോട് പറയാനുള്ളത്? ആ കാര്യങ്ങൾ കേരളം അറിയണ്ടേ?